രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകിയെന്ന സൂചനകൾ പുറത്തുവന്നുവെങ്കിലും ചർച്ചയിൽ കാര്യമാത്ര പുരോഗതി ഉണ്ടായില്ല എന്ന പരിഭവത്തിലാണ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ. കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ വ്യക്തമായ റോൾ നൽകണമെന്ന് കാട്ടി ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുവെങ്കിലും അദ്ദേഹത്തിന് ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടണമെന്ന് ആവർത്തിച്ച രാഹുൽ കേരളത്തിന്റെ വികസന കാര്യങ്ങളിലടക്കം പാർട്ടി ലൈനിൽ ഉറച്ചു നിൽക്കണമെന്ന് തരൂരിനോട് ആവശ്യപ്പെട്ടു. സംഘടനയിൽ എന്തു റോളാണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായി യൂത്ത് കോൺഗ്രസിന്റെയും INC-യുടെയും ദേശീയ ചുമതല തനിക്ക് നൽകണമെന്നാണ് തരൂർ പറഞ്ഞത്. വിദ്യാർത്ഥി യുവജന സംഘടനകളിലൂടെ വളർന്നു വന്നവരെയാണ് ആ പദവിയിലേക്ക് പരിഗണിക്കുകയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ അത് തള്ളിക്കളയുകയും ചെയ്തു. അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് തരൂർ ആവർത്തിച്ചു പറയുന്നത്. ലോക്സഭയിൽ പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിന് താൻ യോഗ്യനായിരുന്നുവെങ്കിലും രാഹുലാണ് ആ പദവിയിൽ വന്നത്. പാർലമെന്റിലെ സംവാദങ്ങളിലും പ്രസംഗങ്ങളിലും തനിക്കുള്ള മികവ് പാർട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുമില്ല. ഇനി അതല്ല കേരളത്തിൽ കേന്ദ്രീകരിക്കണമെന്നാണ് പാർട്ടിയുടെ അഭിപ്രായമെങ്കിൽ ഇവിടുത്തെ റോൾ വ്യക്തമാക്കണമെന്നും തരൂർ അഭ്യർത്ഥിച്ചു. ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമോ എന്ന ചോദ്യത്തോട് അങ്ങനെയുണ്ടാവില്ല എന്ന് രാഹുൽ ഗാന്ധി മറുപടിയും നൽകി. അഖിലേന്ത്യാ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിലുള്ള അതൃപ്തിയും തരൂർ അറിയിക്കുന്നുണ്ട്. അനുനയ ചർച്ചകൾ നടന്നുവെങ്കിലും ശശി തരൂരിന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ചെയ്യുന്നത്. ദേശീയ തലത്തിലും സംസ്ഥാനത്തും പാർട്ടികളിൽ നേരിടുന്ന അവഗണനയിലും ആക്രമണത്തിലും കടുത്ത നീരസമാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തരൂർ അറിയിച്ചിരുന്നത്. പാർട്ടി നയത്തിൽ നിന്ന് വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിയും തരൂരിനെ ധരിപ്പിക്കുന്നുമുണ്ട്. അനുകൂല അന്തരീക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചതെങ്കിലും ശശി തരൂർ അയഞ്ഞിട്ടില്ല. ലേഖനത്തിലും മോദി നയത്തിലും താൻ മുൻപോട്ട് വെച്ച കാഴ്ചപ്പാടിനെ തെറ്റിദ്ധരിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നേതാക്കൾ വാളെടുത്ത് തരൂരിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള കടുത്ത അതൃപ്തി രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ശശി തരൂർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. വളഞ്ഞിട്ട് ആക്രമിച്ചാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നാണ് ശശി തരൂർ നിലയിൽ. ശശി തരൂരിനെതിരെ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായി സംസാരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിലെയും ലേഖനത്തിലെയും പാർട്ടി നയം രാഹുൽ ഗാന്ധി തരൂരിനോട് വിശദീകരിക്കുകയും ചെയ്തു. ചില വിഷയങ്ങളിൽ എക്കാലവും വ്യക്തിപരമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു തരൂരിന്റെ മറുപടി. ദേശീയ തലത്തിലും സംസ്ഥാനത്തും നേരിടുന്ന അവഗണന തരൂർ രാഹുലിന്റെ മുന്നിൽ തുറന്നു പറയുകയും ചെയ്തു. ഒതുക്കുന്നതിലെ നിരാശ തരൂർ തന്റെ വിശ്വസ്തരുമായും പങ്കുവച്ചിട്ടുണ്ട്. തരൂരിന്റെ നീക്കങ്ങളിലെ അപകടം മണത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹവുമായി സംസാരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായത്. സമീപകാലത്തൊന്നും മറ്റൊരു നേതാവുമായും ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുമില്ല. മറ്റാരും ചർച്ചയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിബന്ധന തരൂരിനുമുണ്ടായിരുന്നു. കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല. അതേസമയം തന്നെ തരൂരിന്റെ നീക്കങ്ങളെ BJP നിരീക്ഷിക്കുന്നുമുണ്ട്. BJP-യിലേക്ക് തരൂർ പോകുമെന്ന് ഹൈക്കമാൻഡ് നേതാക്കൾ കരുതുന്നുമില്ല. എന്നാൽ ഇടതുപക്ഷവുമായി അദ്ദേഹം അടുക്കുന്നതിനെ ഏറെ സംശയത്തോടെയാണ് പലരും കാണുന്നത്. തരൂർ ചുവട് മാറുമോ എന്ന ചോദ്യം ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാവുകയുമാണ്. എന്നാൽ അതേസമയം തന്നെ ശശി തരൂർ എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസ് പാളയത്തിൽ അതൃപ്തിയിലാണ് എന്ന് അദ്ദേഹം സംസ്ഥാനത്തെയും ദേശീയ നേതൃത്വത്തെയും വ്യക്തമായി അറിയിക്കുന്നുണ്ട്. അദ്ദേഹം വിശ്വപുരുഷൻ എന്ന ബ്രാൻഡിൽ തന്നെ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ആ പരാതി രമ്യമായി പരിഹരിക്കാനായിട്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് സാധിക്കാത്തത് തരൂരിൽ വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. BJP കേന്ദ്ര നേതൃത്വമാണെങ്കിലും BJP സംസ്ഥാന നേതൃത്വമാണെങ്കിലും കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും തരൂരിന് ഒരു ഓഫർ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും കോൺഗ്രസ് സംശയിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തരൂരിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അത് മികച്ച അവസരം തന്നെയായിരിക്കും. പക്ഷേ അതേസമയം തന്നെ ഇടതിനോട് ചേരാനുള്ള സാധ്യതയും കോൺഗ്രസ് തള്ളിക്കളയുന്നില്ല എന്നുള്ളതുമാണ്. എന്നാൽ അതേസമയം തന്നെ ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും വിശ്വപുരുഷൻ എന്ന ടാഗ് അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഇടതുപക്ഷത്തിലേക്ക് അദ്ദേഹം മാറാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ അതേസമയം BJP-യുമായി ഒരു അടുപ്പം നിലനിർത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ അദ്ദേഹത്തിന് ഭാവിയിലാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കോൺഗ്രസിൽ പലപ്പോഴും നിഷേധിക്കപ്പെടുന്ന അംഗീകാരമാണെങ്കിലും പലപ്പോഴും നേരിടുന്ന അവഗണനയാണെങ്കിലും ഇവയെല്ലാം തന്നെ BJP-യിൽ മാറി വരാനും BJP-യിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം ലഭിക്കാനുമുള്ള സാധ്യത ഒരുങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ ശശി തരൂർ മാറി ചിന്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ചിന്തയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഭയക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ശശി തരൂർ ഇടത്തോട്ടാണെങ്കിലും അതല്ല BJP-യിലേക്കാണ് ചേക്കേറുന്നതെങ്കിലും അത് രണ്ടും കനത്ത പ്രഹരം തന്നെയായിരിക്കും ഏൽപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം ശശി തരൂരിനെ സംബന്ധിച്ച് കേവലം ഒരു നേതാവിനെ പോലെയല്ല ശശി തരൂർ എന്നുള്ളതും ശശി തരൂരിന് മറ്റ് ഏത് പാർട്ടിയിലും കോൺഗ്രസിനേക്കാൾ വലിയ സ്വീകാര്യത ലഭിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എന്ത് വില കൊടുത്തും തരൂരിനെ കൂടെ
നിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ തരൂരിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായുള്ള പ്രശ്നം. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് വി.ഡി. സതീശൻ പോലും പരസ്യമായി അദ്ദേഹം വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ അദ്ദേഹം വളരെ ഗൗരവത്തോടെ എടുക്കുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹം ഒരുപക്ഷെ മറ്റേതെങ്കിലും മുന്നണിയിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് എന്നുള്ള സംശയത്തിന് ഊന്നൽ നൽകുന്നുണ്ട്.